അങ്ങനെ ഒരു ബഹളമയത്തിന് ശേഷം ഇശുലുടെ കൂളായിട്ടിരിക്കുന്നതാട്ടെ കാണുന്നത്. അടുത്തത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇശുലുവിൻ്റെ വായിൽ ഞാനൊരു ഗ്രീൻ പീസ് വെച്ച് കൊടുത്തു. അതാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ആദ്യം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇശുലുവിന് വേണ്ടി എടുത്ത ഫുഡായിരുന്നില്ല, പക്ഷെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ എൻ്റെ ചക്കര മുത്തിന് ഞാൻ ഫുഡ് വാരി കൊടുക്കാൻ കേട്ടോ. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് നമ്മുടെ മെയിൻ ഫുഡ്. ഇശുലുവിൻ്റെ ഒപ്പം തുമ്പിമോൾക്കും ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്ന് റിലാക്സ് ചെയ്ത് സംസാരിച്ച് രണ്ടുപേർക്കും ഫുഡ് വാരി കൊടുക്കുകയാണ്. രണ്ടുപേരും നല്ല കുഞ്ഞുങ്ങളായിട്ട് ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കുന്നുണ്ടായിട്ടാ. വേറെ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് കൊടുക്കാനും ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ട് മുത്തുമണികൾക്കും ഇപ്പോൾ 1 ഇയർ ആയിട്ടുണ്ട് കേട്ടോ. ഇവർ തമ്മിൽ 2 മാസത്തെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെയിം ഡേറ്റ് ആണ് കേട്ടോ. 17-ാം തീയതിയാണ് രണ്ടുപേരും ജനിച്ചത്. അങ്ങനെ ഇതേ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഒരു മെയിൻ ഫുഡ് ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു, പിന്നെ ഗോപി മഞ്ചൂരി ഉണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു മെയിൻ ഐറ്റം ഉണ്ടായിരുന്നത്. എല്ലാവരും ഫുഡ് കഴിക്കും. ഇശലും തുമ്പി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും നല്ല സെറ്റായിട്ട് ഇരുന്ന് കളിക്കുന്നുണ്ട്. കുറുമ്പൊന്നും കാണിച്ചില്ല കേട്ടോ. രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് ഇന്ന്. തുമ്പിമോളുടെ മുട്ടത്തല ഇശലുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇതേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വീണ്ടും ഒരു അബ്ബ കൊടുക്കുന്നു. അപ്പോൾ രണ്ടുപേരും എന്നെ നോക്കി നിൽക്കുന്നുണ്ടായി. എന്നിട്ട് ഇതേ ഉമ്മയൊക്കെ എടുത്ത് അവർ സെറ്റായി കേട്ടോ. പിന്നെ ഇശലുവിൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടോപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരിതേ ഇവിടെ നിന്ന് നല്ല കളിയിലാണ് കേട്ടോ. ഞാനവിടെ ലോക്ക് ചെയ്ത കാരണം ഇനി അവർ പുറത്തൊന്നും ചാടില്ല, അവിടെ ഇരുന്ന് കളിച്ചോളും. അങ്ങനെ ബെഡ് മുഴുവൻ ഇശലുവിൻ്റെ കളിസ്ഥാനങ്ങളൊക്കെ വാരിയിട്ടിട്ട് രണ്ടുപേരും കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുടെ എണ്ണം കൂടി വരുന്ന കാരണം അവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടിയിട്ട് നല്ലൊരു വൈബായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. രതീഷേട്ടൻ്റെ ഉണ്ണികളാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി കളിക്കുന്നത് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. പ്രത്യേക രസമായിരുന്നു കേട്ടോ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കളിക്കുന്നത് കാണാൻ. ബാക്കി ഫ്രണ്ട്സൊക്കെ ഇതേ ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഞാൻ റൂമിൽ പോയി നോക്കും എല്ലാവരും ഓക്കെ അല്ലേ എന്നുള്ളത്. ആരും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല കളിയിലാണ്. അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാനിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുഡൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ടായി. ഫുഡ് കഴിച്ച് എല്ലാവരും നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്. എല്ലാവർക്കും ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും നന്നായി കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ നടന്നു കേട്ടോ. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ലക്ഷ്മിയും ചേട്ടനും ഉണ്ണിയൊക്കെ തിരിച്ചു പോവാണ്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം നിന്ന് അവരെ യാത്രയാക്കി. ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ലോങ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണേ. എനിക്ക് അറിയണവരും അറിയാത്തവരും ഒത്തിരി ആൾക്കാർ ഇശലുവിന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചു. എല്ലാവരോടും എൻ്റെ ഫാമിലീൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ.